രാത്രിയിലെ ഗീതം, 8-ാം സങ്കീർത്തനം രാത്രിയിൽ രചിക്കപ്പെട്ടതാണെന്ന് വിചാരിക്കാം. കാരണം 3-ാം വാക്യം ശ്രദ്ധിച്ച് വായിച്ചാൽ കാണാം. ശ്രദ്ധിച്ച് വായിക്കുക എന്ന് പറഞ്ഞാൽ വരികൾക്കിടയിൽ വായിക്കണമെന്ന് പറയുന്ന പോലെ, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും ദൈവമേ നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത് എന്നാണ് പറയാൻ പോണത്. അപ്പൊ ദൈവത്തോട് പറയുകയാണ് അല്ലേ. തുടക്കം തന്നെ ഓർമ്മയുണ്ടല്ലോ, ഞങ്ങളുടെ കർത്താവായ യഹോവേ എന്ന് പറഞ്ഞാ വരുന്നേ. ആ ദൈവത്തോട് പറയണം, എൻ്റെ ദൈവമേ നിന്റെ വിരലുകളുടെ പണിയായ ആകാശം, നീ ഉണ്ടാക്കിയ ചന്ദ്രൻ, നക്ഷത്രം. എന്തേ സൂര്യന്റെ കാര്യം പറയാത്തെ? രാത്രിയിൽ സൂര്യനില്ല. സാധാരണ പഠിത്തമുള്ള ആ കാലത്ത്, ശാസ്ത്രം പുരോഗമിച്ചിട്ടില്ലാത്ത കാലത്ത് സൂര്യൻ രാത്രിയിലും പകലും ഉണ്ട്. പക്ഷേ അമ്പിളിയമ്മാവനെ കാണണമെങ്കിൽ രാത്രിയാവണം. ശരിയാണോ? അമ്പിളിയമ്മാവൻ അന്നേരം ഉണ്ടാകുന്നതല്ലെന്ന് സയൻസ് അറിയാവുന്നവർക്കറിയാം. പക്ഷെ ചോദ്യം, സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നു പകൽ മുഴുവനും. 12 മണിക്കൂർ കഴിയുമ്പോൾ അവൻ അപ്രത്യക്ഷമാകുകയും അവൻ മറ്റൊരു ദേശത്ത് പ്രകാശം കൊടുക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് ഇവിടെ നക്ഷത്രങ്ങൾ ശോഭിക്കുകയും ചന്ദ്രൻ തെളിയുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ദാവീദ് ഈ ഗീതം എഴുതുന്നത് ഒരു രാത്രിയിലാകാൻ സാധ്യതയുണ്ട്. രാത്രിയിൽ താൻ എന്തുകൊണ്ട് പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്കി? എന്തുകൊണ്ട് പാട്ടെഴുതി? ഉത്തരം പറയാൻ എനിക്ക് എളുപ്പമാണ്. എന്തോ ഉറക്കം വരാത്ത കാര്യങ്ങൾ തനിക്കുണ്ടായി. ഞങ്ങൾ ഈ ചർച്ചിൻ്റെയൊക്കെ ചാർജ് വഹിക്കുന്നത് കൊണ്ടും പൊതു ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ടും ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്താൻ പലർക്കും കഴിയും. കുറച്ചുകൂടിയൊക്കെ പ്രായം കുറവായിരുന്ന സമയത്ത് ഒരു ഫോൺ കോള് മതി എൻ്റെ ഒരു ഉറക്കം പോകാൻ. ഒരു അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വാർത്ത കേട്ടാൽ പിന്നെ ഒരു 12 മണിക്കൂർ നേരത്തേക്ക് മനസ്സ് തളർന്നു പോകും. ഇനി ഈ ശുശ്രൂഷ ഞാൻ ചെയ്യത്തില്ലെന്നൊക്കെ ചിലപ്പോൾ മനസ്സിൽ തോന്നിപ്പോവും. കാരണം ഈ ബൈബിളിൻ്റെ ശുശ്രൂഷ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവരെ പറ്റി നിങ്ങൾക്കറിയില്ല. അറിയുന്നവരുണ്ട്, എന്നാലും എല്ലാവർക്കും അറിയില്ല. ഓരോ ദിവസവും നമ്മളങ്ങ് സിമ്പിളാകുകയും ലൈറ്റാകുകയും തകർച്ച ചോദിച്ചു വാങ്ങുകയും ചെയ്യുന്നവരാണ്. പലപ്പോഴും കരഞ്ഞുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്, കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. തകർച്ച ചോദിച്ചു വാങ്ങും. തകർന്നും നുറുകിയുമുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും ഒരു അലിയുന്ന മനസ്സ്, ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്ന ഹൃദയമാണ് ദൈവിക ശുശ്രൂഷക്കാർക്കുള്ളത്. കഠിനരും ക്രൂരരുമായ ആളുകൾ ക്രിസ്തീയ ലീഡർഷിപ്പിലും ഉപദേശക സംഘത്തിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കാം. എന്നാൽ എൻ്റെ അനുഭവത്തിൽ ഈ ഒത്തിരി ആത്മീയ സുഹൃത്തുക്കളുണ്ട്. നേതാക്കളല്ല, ആത്മീയ സുഹൃത്തുക്കൾ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവർ. അവരുടെ എല്ലാം ഞാൻ അടുത്തിടപെട്ടപ്പോൾ വളരെ സിമ്പിളാണ് അവർ. ഒരു കൊച്ചു കാര്യത്തിൻ്റെ മുമ്പിൽ കരയുന്നവരാണ് അവർ. അവർക്കെല്ലാവരോടും മനസ്സലിവുള്ളവരാണ്. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള ആളുകളെ അസ്വസ്ഥപ്പെടുത്താൻ എളുപ്പമാണ്. നിർത്തോണ്ടിയാൽ മതി. ഇറച്ചി വെട്ടുന്നവനെ കൊതുക് കുത്തിയാൽ ഏക്കത്തില്ലെന്ന് കേട്ടിട്ടില്ലേ? ഞങ്ങളെയൊക്കെ വേദനിപ്പിക്കാനൊന്ന് പതുക്കെ ഒന്ന് തോണ്ടിയാൽ മതി. അപ്പം ദാവീദിനെ ഇങ്ങനെ ഒരു മനസ്സായി എപ്പോഴും അസ്വസ്ഥപ്പെടുകയാണ്. അങ്ങനെ ഒരു രാത്രിയിൽ താൻ മുറ്റത്തിറങ്ങി മുകളിലോട്ട് നോക്കി. എൻ്റെ ദൈവമേ, ഈ ആകാശത്തെയും ഈ ചന്ദ്രനെയും ഈ നക്ഷത്രങ്ങളെയൊക്കെ നീയല്ലേ നിർമ്മിച്ച്?
അതിനെ നീ നോക്കുമ്പോൾ പിന്നെ ഞങ്ങളെ നോക്കേണ്ട കാര്യം, ഞങ്ങളെ നിനക്ക് ഓർക്കാൻ എന്നതാ? എന്തോ ഇതല്ലേ. ഈ ബഹിരാകാശത്ത് നിന്നുകൊണ്ട് നക്ഷത്രങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ വായിച്ചില്ലേ? ഇത് മുഴുവനും ദൈവത്തിൻ്റെ കരവിരുതല്ലേ. ആ ദൈവത്തിന് ഈ പീക്കിരി മനുഷ്യനെ എന്താ? എന്നിട്ടും നീ എന്നെ ഓർത്തല്ലോ എന്നാ പറയുന്നത്. നമുക്കിന്ന് ദൈവം നമ്മെ ഓർത്തല്ലോ എന്ന് ഓർത്തിട്ട് നന്ദി പറയാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.